ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു നേഹ ഫുഡ് സ്റ്റോറീസ്. ഞാൻ ഷെഹറൂബ ഷമീർ. ഞാൻ ഇന്നിവിടെ വന്നിരിക്കുന്നത് ഒരു വ്യത്യസ്തമായ ഫ്രൂട്ട് സലാഡിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. ഈ വ്യത്യസ്തമായ ഫ്രൂട്ട് സലാഡ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന് നോക്കാം. ഫ്രൂട്ട് സലാഡ് ഉണ്ടാക്കാനായിട്ട് 1/2 ലിറ്റർ പാലാണ് വേണ്ടത്. അപ്പോൾ അതിൽ 1/2 കപ്പ് പാല് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ വേണ്ടത് കണ്ടൻസ്ഡ് മിൽക്കാണ്. ഞാനിവിടെ അമൂലിൻ്റെ മിത്തായി മേറ്റാണ് എടുത്തിട്ടുള്ളത്. ഇതിൽ നമുക്കൊരു 300 ഗ്രാമൊക്കെ വേണ്ടി വരും. പിന്നെ വേണ്ടത് 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ആണ്. അപ്പോൾ ആദ്യം തന്നെ ഈ 1/2 കപ്പ് പാല് നമുക്ക് ഈ കോൺഫ്ലോറിലേക്ക് ഒഴിച്ചു കൊടുക്കണം. എന്നിട്ട് ഇത് കട്ട കെട്ടാതെ മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഈ അടിപൊളി വ്യത്യസ്തമായ ഫ്രൂട്ട് സലാഡ് ഉണ്ടാക്കാനായിട്ട് ഇത്രയും ഇൻഗ്രീഡിയൻസ് മതി. പിന്നെ വേണ്ടത് ഫ്രൂട്ട്സ് ആണ്. അപ്പോൾ ഫ്രൂട്ട്സ് ഞാനിപ്പോൾ ഇതിൽ ചേർക്കുമ്പോൾ പറഞ്ഞു തരാം എത്രയൊക്കെയാണ് വേണ്ടത്, ഏതൊക്കെ ഫ്രൂട്ട്സ് ആണ് നമുക്ക് വേണ്ടത് എന്ന്. അപ്പോൾ ഇത് നല്ലവണ്ണം കട്ട കെട്ടാതെ മിക്സ് ചെയ്തെടുക്കുക. ഇതിപ്പോൾ ഇവിടെ നല്ലവണ്ണം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ ഇതിലേക്ക് പാൽ ഒഴിച്ചു കൊടുക്കാം. 1/2 കപ്പ് പാല്. ഇനി നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള കോൺഫ്ലോർ പാലിൻ്റെയും മിക്സ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമ്മൾ ലോ ഫ്ലെയിമിലിട്ടത് നല്ലവണ്ണം മിക്സ് ചെയ്തെടുക്കുക. കൈ വിടാതെ ഇളക്കിക്കൊണ്ടിരിക്കണം, അല്ലെങ്കിൽ നമ്മൾ ചേർത്ത കോൺഫ്ലോറൊക്കെ അടിയിൽ പിടിച്ച് കട്ട കെട്ടിയാൻ സാധ്യത ഉണ്ട്. അപ്പോൾ നല്ലവണ്ണം മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ കോൺഫ്ലോറൊക്കെ നല്ലവണ്ണം ഒന്ന് കുക്കായി വരണം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കുക. ഇതൊരു ഫ്ലേവറിന് വേണ്ടിയാണ്, ഇത് നിർബന്ധമൊന്നുമില്ല. ഇനിയിപ്പോൾ ഏലക്കാപ്പൊടി ചേർത്താലും മതി. റോസ് വാട്ടർ വേണമെങ്കിൽ അതും ചേർത്ത് കൊടുക്കാം. അത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഏത് ഫ്ലേവറാണോ വേണ്ടത് അത് ചേർത്ത് കൊടുത്താൽ മതി. വാനില എസൻസ് ആകുമ്പോൾ ഒന്നും കൂടി കൂടുതൽ ടേസ്റ്റായി തോന്നിയിട്ടുണ്ട് കേട്ടോ അത് ചെയ്യുമ്പോൾ. അപ്പം നമുക്കിത് നല്ലവണ്ണം ഒന്ന് കുറുക്കിയെടുക്കണം. ഇത് ഏകദേശം ഒന്ന് കുറുകി വരുമ്പോൾ നമുക്കിതിലേക്ക് കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ 300 ഗ്രാമാണ് കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുക്കുന്നത്. കൂടുതൽ മധുരം ആവശ്യമുള്ളവർക്ക് ഒരു 350 ഗ്രാം വരെയൊക്കെ ഒഴിച്ചു കൊടുക്കാം. പിന്നെ നമ്മൾ ചേർക്കുന്ന ഫ്രൂട്ട്സ് നല്ല മധുരം ഉണ്ടെങ്കിൽ കണ്ടൻസ്ഡ് മിൽക്കിൻ്റെ അളവ് കുറക്കാട്ടോ. നല്ല ഫ്രൂട്ട്സ് എടുക്കുമ്പോൾ നല്ല മധുരമുള്ള ഫ്രൂട്ട്സ് എടുക്കുക. അതുപോലെ പുളിയുള്ള ഫ്രൂട്ട്സ് ഒക്കെ എടുക്കാതിരിക്കുക. നമ്മൾ കണ്ടൻസ്ഡ് മിൽക്ക് ഒഴിച്ചു കൊടുക്കുമ്പോൾ കൈ വിടാതെ ഇളക്കിക്കൊണ്ടിരിക്കണം. നല്ലവണ്ണം മിക്സ് ചെയ്ത് കൊടുക്കണം, അല്ലെങ്കിൽ കണ്ടൻസ്ഡ് മിൽക്കൊക്കെ അടിയിൽ പിടിക്കും. അപ്പം നമുക്ക് ലോ ടു മീഡിയം ഫ്ലെയിമിലൊക്കെ വെച്ചാണ്ട് ഇത് മിക്സ് ചെയ്തെടുത്താൽ മതി. ഹൈ ഫ്ലെയിമിലിട്ട് മിക്സ് ചെയ്യരുത്, കാരണം പാനിലൊക്കെ പിടിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ നല്ലവണ്ണം ഇളക്കിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഒരു 5 മിനിറ്റ് കൊണ്ടൊക്കെ നമ്മുടെ ഈ കോൺഫ്ലോർ മിക്സ് ഒന്ന് കുക്കായി കിട്ടും. ഒരു നല്ല തിക്ക് കൺസിസ്റ്റൻസി ആകുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇപ്പോൾ ഇത് തിക്കായി വന്നിട്ടുണ്ട്. ഇതിപ്പോൾ ചൂടായതുകൊണ്ടാണ് ഇങ്ങനെ കുറച്ച് ലൂസായിട്ട് ഇരിക്കുന്നത്. ഇനി തണുത്ത് കഴിയുമ്പോൾ നല്ല തിക്കായിട്ട് വരും. പിന്നെ നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചിട്ടൊക്കെയാണ് ഇത് യൂസ് ചെയ്യുക. അപ്പോൾ നമുക്കിനി ഇതൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ കുക്ക് ചെയ്ത പാനിൽ തന്നെ വെച്ചുകൊണ്ടിരുന്നാൽ ഇതൊന്നും കൂടി കട്ട പിടിക്കാവും തിക്കാവും ചെയ്യും. അതുകൊണ്ടാണ് ഇപ്പോൾ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുത്തത്. എന്നിട്ട് ഇത് ഒന്ന് ഇളക്കിയും കൊണ്ടിരിക്കണം കുറച്ച് സമയം, അല്ലെങ്കിൽ ഇത് പാടയൊക്കെ കിട്ടാൻ സാധ്യത ഉണ്ട്. ഇതിലേക്ക് ഞാൻ എടുത്തിരിക്കുന്നത് കുറച്ച് പച്ചമുന്തിരി, കുറച്ച് കറുത്ത മുന്തിരി, പിന്നെ ഒരു ആപ്പിളും ചെറുതായി ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്, ഒരു മാങ്ങയും ചെറുതായി ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്, പിന്നെ ഒരു പോംഗ്രനേറ്റിൻ്റെ പകുതി സീഡ്സും എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫ്രൂട്ട്സ് എടുക്കാം കേട്ടോ. പുളിയുള്ള ഫ്രൂട്ട്സ് ഒഴിവാക്കുകയാണ് നല്ലത്. നല്ല മധുരമുള്ള ഫ്രൂട്ട്സ് എടുക്കുകയാണെങ്കിൽ ഒന്നും കൂടി ടേസ്റ്റ് കൂടും. അപ്പോൾ നമ്മുടെ സോസ് ഇപ്പോൾ ഇവിടെ തണുത്ത് വന്നിട്ടുണ്ട്. ഇനി ഈ സോസ് വേണമെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചിട്ട് എടുക്കാം. എന്നിട്ട് ഫ്രൂട്ട് സലാഡ് സെറ്റ് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഫ്രിഡ്ജിലൊന്നും വെക്കുന്നില്ല, അത് സെറ്റ് ചെയ്തതിന് ശേഷമാണ് ഫ്രിഡ്ജിൽ വെക്കുന്നത്. അപ്പോൾ 2 ഗ്ലാസ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ഫ്രൂട്ട്സ് ഇട്ട് കൊടുക്കാം. എല്ലാ ഫ്രൂട്ട്സും കുറച്ച് നമുക്ക് ഈ ഗ്ലാസ്സിലേക്ക് ഇട്ട് കൊടുക്കണം. ഇനി ഇതൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം. ഞാൻ ആപ്പിൾ ഇവിടെ ചെറിയ പീസായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ മാങ്ങയും പിന്നെ കറുത്ത മുന്തിരിയും ചെറിയ പീസായി എടുത്തിട്ടുണ്ട്. പച്ചമുന്തിരി, കുരുവില്ലാത്ത മുന്തിരി എടുക്കുക കേട്ടോ. നല്ല മധുരമുള്ള മുന്തിരി എടുക്കുക, പുളിയുള്ള മുന്തിരി എടുക്കരുത്. ഇനി നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള സോസ് ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് ഒഴിച്ചു കൊടുക്കാം. ഇനി നമ്മളിത് ഫ്രിഡ്ജിൽ വെച്ച് സെറ്റ് ചെയ്തെടുക്കുമ്പോൾ നല്ലവണ്ണം തിക്കായിട്ടുണ്ടാവും ഈ സോസ്. നല്ലവണ്ണം ടേസ്റ്റി ആയിരിക്കും. ഇനി കുറച്ചും കൂടി ഫ്രൂട്ട്സ് ഇതിൻ്റെ മുകളിലേക്കായിട്ട് കൊടുക്കുക, രണ്ടാമത്തെ ലെയർ സെറ്റ് ചെയ്തെടുക്കാനായിട്ട്. പിന്നെ നമ്മളിങ്ങനെ ഗ്ലാസ്സിൽ വെച്ച് സെറ്റ് ചെയ്യണമെന്നില്ല. നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള സോസിലേക്ക് ഫ്രൂട്ട്സ് ഡയറക്റ്റ് ചേർത്ത് മിക്സ് ചെയ്തെടുത്താലും മതി. ഞാനിപ്പോൾ ഒരു ഭംഗിക്കും കഴിക്കാനും ടേസ്റ്റിനും വേണ്ടി ഇങ്ങനെ ഗ്ലാസ്സിലേക്ക് ലെയറായിട്ട് സെറ്റ് ചെയ്തെടുക്കുന്നതെന്നുള്ളൂ. ഇങ്ങനെ ചെയ്യണമെന്ന് യാതൊരു നിർബന്ധമില്ല. അപ്പോൾ ഇനി ഇതിൻ്റെ മുകളിലേക്ക് കുറച്ചും കൂടി സോസ് ഒഴിച്ചു കൊടുക്കാം.
അങ്ങനെ 3 ലെയറായിട്ടാണ് ഞാനിവിടെ ചെയ്തിട്ടുള്ളത്. അപ്പം ഞാൻ ഉണ്ടാക്കിയ അളവിൽ 3 ഗ്ലാസ് സെറ്റ് ചെയ്തെടുക്കാനാണ് ഉണ്ടാവുക. ഇനി കുറച്ചും കൂടി ഫ്രൂട്ട്സ് ഇതിൻ്റെ മുകളിലേക്കായിട്ട് വെച്ച് ഗാർണിഷ് ചെയ്യാം. ഒരു അരമണിക്കൂറൊക്കെ ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫ്രൂട്ട് സാലഡ് നല്ല ടേസ്റ്റി ആയിട്ടുണ്ടാവും. ഇനിയിപ്പോൾ തണുപ്പിച്ചിട്ട് കഴിക്കണ്ടെന്നുണ്ടെങ്കിൽ ഈ ടൈമിൽ നമുക്കിത് സെർവ് ചെയ്യാം കേട്ടോ. കുട്ടികൾക്കൊക്കെ ഇനി തണുത്ത ഫ്രൂട്ട്സ് കഴിക്കാൻ പ്രശ്നമാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ കഴിക്കാനും നല്ല ടേസ്റ്റ് ആയിരിക്കും ഇത്. അപ്പോൾ നമ്മുടെ ഫ്രൂട്ട് സലാഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത്രയും വ്യത്യസ്തമായ അടിപൊളി രുചിയിലുള്ള ഈ ഫ്രൂട്ട് സാലഡ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. തീർച്ചയായും നിങ്ങൾക്കിത് ഇഷ്ടപ്പെടും. ഒരു പ്രാവശ്യം ഉണ്ടാക്കിയാൽ പിന്നെയും ഉണ്ടാക്കി കഴിക്കാൻ തോന്നുന്ന ഒരു ഫ്രൂട്ട് സാലഡാണിത്. നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇത് ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്കും ഷെയറും ചെയ്യണേ. അപ്പോൾ ഇനിയും ഇതുപോലുള്ള റെസിപ്പീസുമായി വീണ്ടും കാണാം. താങ്ക്